ഡാഡി എന്ത് ധൈര്യത്തിലാ വിവാഹത്തിന് സമ്മതിച്ചത്? വിവാഹത്തിന് മുമ്പ് അയാളോട് എല്ലാം തുറന്നു പറയണമെന്ന് ഞാൻ വിചാരിച്ച, പക്ഷെ ഈ നിലയിൽ കിടക്കുന്ന ഒരാളോട് എങ്ങനെ പറയും? നീ തന്നെയാണോ അയാളുടെ തലയടിച്ച് പൊളിച്ചത്? ഡാഡി ഒരുപാട് ചങ്ങിക്കുത്ത് നടത്താനും പറയരുത്. എനിക്ക് അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടായിരുന്നു ഞാൻ അവളുടെ തല അടിച്ചു പൊളിക്കില്ലായിരുന്നോ? നീ ഇനി വെറുതെ കുറ്റം പറയണ്ട. എനിക്കറിയാം എല്ലാവരും അവളുടെ പക്ഷത്താ, പക്ഷെ കർത്താവിന്റെ കൂടെ നോക്കിക്കോ. ഈ കല്യാണത്തിന് മുമ്പ് ഡാഡിക്ക് മനസ്സിലാവും പാലേതാ വെള്ളം ഏതാന്ന്. ബോബി, ടെലിഗ്രാം വന്നിട്ടുണ്ട്. എന്തിന്? നാളെ കാലത്ത് മണികണ്ഠം വരുന്നു. ഒന്നിപ്പോഴേ ചമ്മൂന്നാണ്. ഇപ്രാവശ്യം ഒന്നുകിൽ നീ, അല്ലെങ്കിൽ ഞാൻ. എല്ലാത്തിനെയും നാളെ ഞാൻ കൊല്ലുവടാ. നിനക്ക് ഒരു വ്യത്യാസം ഇല്ലെന്നോടാ. നീ പഴയ മഴുവൻ മണികണ്ഠൻ തന്നെ. മഴുവനും മണ്ടനൊക്കെ ആണെങ്കിലും ഒരു ആവശ്യം വന്നപ്പോ ഈ മണികണ്ഠൻ ഉണ്ടായുള്ളൂ. ഇവനാണ് എന്റെ ഭാര്യയുടെ ഗർഭമായിട്ടെടുക്കാൻ വന്നിരിക്കുന്ന തീണ്ടൽ. എല്ലാറ്റിനെയും ഞാനിന്ന് ഒരുമിച്ച് കൊല്ലും. സോണി, ഗെറ്റ് റെഡി. ഇന്ന് മൂന്നിന്റെയും കട്ട പോകാം. കച്ചട പരിപാടിയാണ്. പിന്നെ നീ എന്റെ ഒരു സുഹൃത്തായതുകൊണ്ടും 50,000 രൂപ തരാന്ന് പറഞ്ഞതുകൊണ്ടും ചെയ്യാം. കൊച്ചിനെയും തള്ളയും വീട്ടിൽ നിറക്കിയാല് അപ്പൊ കയ്യിൽ കാശ് തരും. വേറെ വല്ല ഡീറ്റെയിൽസ് അറിയണോ? ഒന്നും വേണ്ട. അതിന് ഏറ്റവും സ്ട്രോങ് തെളിവ് ഇതല്ലേ. ഇതാ ഞാനും നീനയും തമ്മിലുള്ള മാരേജ് സർട്ടിഫിക്കറ്റ്. അവൾ എന്റെ ഭാര്യയാണെന്ന് പ്രൂവ് ചെയ്യാൻ ഇതിൽ കൂടെ വല്ലതും വേണോ? നീ സ്മാള് പറ. നിനക്കെന്താ റമ്മോണ ബ്രാൻഡ് വേണോ? ട്രമ്മ, സ്കോച്ച് അതിൽ കുറഞ്ഞ പരിപാടിയൊന്നുമില്ല. ശരി. പിന്നെ ഇവിടെ ചൂട് പെറോട്ട കിട്ടും. അണ്ണനോ? ആരാ, എവിടെന്നാ, എന്ത് വേണം, എന്താ കാര്യം? ലാസർ പാലയെന്ന് ഒരു കാപ്പ് ഓടിക്കണം. എന്റെ ഭാര്യ ഒന്ന് കാണണം. അണ്ണ അവളൊന്ന് വിളിക്കാമോ? ഒന്ന് വിളിയെന്നാ. ഇയാളുടെ ഭാര്യ ഇവിടെ എന്ത് പണി ചെയ്യണേ? ഇവിടെ അവള് ഭാര്യയുടെ പണി തന്നെ ചെയ്യുന്നത്. പോക്രിത്തരം പറയുന്നോടാ. കാണിക്കല്ലേ, വല്ലവന്റെ ഭാര്യ ഒളിച്ചു താമസിക്കുന്നതാണോ പോക്രിത്തരം? ഇവിടത്തെ കൊച്ചുമായാലെ ഭാര്യയും കൊച്ചുമായിട്ട് താമസിക്കുന്നത് എന്റെ ഭാര്യയും കൊച്ചുവാ. സാറേ, ജയമോളെ ഓടി വരണേ. കണ്ടിട്ടൊരു അവലക്ഷണം പിടിച്ചവനെ പോലുണ്ടല്ലോ. തനി അതെന്റെ അച്ഛന്റെ കുഴപ്പ. താൻ വലിയ ക്രോസ് വിസാരം നടത്തണ്ട. മര്യാദക്ക് എന്റെ ഭാര്യ കൊച്ചിനെ വിളി. താൻ ആരോടാണോ? ഉടക്കാൻ നിൽക്കണ്ട. ഡാഡി പറഞ്ഞ ശരിയാ. കണ്ടാലറിയാൻ ചെറ്റയാണെന്ന്. ഇവന്മാരായിട്ടൊക്കെ സംസാരിക്കുന്ന നമ്മുടെ അന്തസ്സിനെ പറ്റിയതല്ല. നിന്നെ വിളിക്കാം. ജയ, അവളെ വിളിച്ചേ. അവള് വരട്ടെ. ഇറങ്ങി വാടി, ഇറങ്ങി വരാൻ. എടി ദ്രോഹി, വഞ്ചകി, ചതിച്ചി, എവിടെയാണ് എന്റെ കൊച്ച്? എവിടെയാണ്? നിങ്ങൾ ആരാ? ഞാൻ ആരാണെന്ന് അറിയില്ലല്ലേടി. സൂക്ഷിച്ചു നോക്ക്. കോട്ടയം സെന്റ് മേരീസ് പള്ളിയിൽ 1990 ജനുവരി 9 മാതാവിനെ സാക്ഷി നിർത്തി നിന്നെ താലി കെട്ടിയ കോർപ്പറേഷൻ ക്ലർക്ക് ലാസറിന്റെ മുഖത്ത് നോക്കി നിങ്ങൾ ആരാണെന്ന് ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി?
നിന്റെ ചാന്തിനും പൊട്ടിനും ക്യൂട്ടക്സിനും പോലും എന്റെ ശമ്പളം തികയില്ലെന്ന് പറഞ്ഞ് നീ വിട്ടുവിട്ടിറങ്ങിയപ്പോൾ പണത്തിനേക്കാൾ വലിയ വില സ്നേഹത്തിനുണ്ടെന്ന് മനസ്സിലാക്കി നീ എന്റെ വീട്ടിൽ തിരിച്ചു വരാൻ നാളെ പ്രതീക്ഷിച്ച് ആ പൂമുഖപ്പുഴയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു. കാട് മുഴുവൻ എന്നെ എന്റെ കുഞ്ഞിനെ തേടി നിന്നെയും നിന്റെ കുഞ്ഞിനെയും തേടി ഇവിടെ കാണാൻ വന്നപ്പോ ഇത്ര ക്രൂരമായി നിങ്ങൾ ആരാണെന്ന് എന്റെ മുഖത്ത് നോക്കി നീ ചോദിക്കുന്നത് ഒരിക്കലും വിചാരിച്ചില്ല. ഇവിടെ ചെവുക്കുറ്റി നോക്കി ഒരു ഒറ്റ എന്റെ നീനെ ശിക്ഷിക്കാൻ രക്ഷിക്കാനുള്ള അധികാരം എനിക്ക് മാത്രമാണ്. എവിടെ നമ്മുടെ കുഞ്ഞ്? ഒന്ന് കാണാനാണ് ഞാൻ ഓടി വന്നത്. പ്ലീസ് പ്ലീസ്. എനിക്ക് ഇയാളെ അറിയാം. കോളേജിൽ വെച്ച് അന്ന് ഇയാളുടെ പേര് മണികണ്ഠൻ എന്നായിരുന്നു അല്ലേ? അതെ, അതിനുശേഷം നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ല ഞാൻ ജാതി മറി ലാസറായത്. വേറെ നല്ല പേരൊന്നും കിട്ടിയില്ലേ മോനെ? അയ്യോ എല്ലാം കള്ളമാ. എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവേ ഇല്ല. നീന ഇത്ര നീതിയാവരുത് നീ. നിങ്ങൾ കല്യാണം കഴിച്ചതിന് തെളിവ് വല്ലതും ഉണ്ടോ? ഉണ്ട്, മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. മതി മതി, മാരേജ് സർട്ടിഫിക്കറ്റ് മതി. അതിൽ കൂടുതൽ തെളിവ് നമുക്ക് വേണ്ടല്ലോ. ഇതങ്ങനെ ഒരാളെ മനസമാധാനത്തോടെ കൊല്ലാനും സമ്മതിക്കില്ല. ഇതെന്തോ ഇത് ഞാൻ അടുക്കളയിലെ ഷെൽഫിലാണ് വെച്ചിരുന്നത്. അങ്ങനെ പറ്റിയതാവും. ഇത് മാരേജ് സർട്ടിഫിക്കറ്റ് തന്നെയാണ്. സീല് കത്തിയിട്ടില്ല, നോക്കിയാൽ മതി. നോക്കിയാൽ മനസ്സിലാവും. അയ്യപ്പ സ്വാമിയാണ് കർത്താവാണ് സത്യം. അയ്യപ്പ സ്വാമി ജാതി മാറി വെച്ച് നമുക്ക് പഴയ ദൈവങ്ങളെ മറക്കാൻ പറ്റുമോ? ശരി ശരി ശരി, ഞാൻ നിന്റെ ഭർത്താവല്ല, സമ്മതിച്ചു. പക്ഷെ നീ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. നീ ഒരു പണക്കാരന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നത് കാണിച്ചു തരാന്ന് പറഞ്ഞാൽ നീ ഇവിടെ വിട്ടിറങ്ങിയത്. നീ സുഖമായി ജീവിച്ചോളൂ. പക്ഷെ എന്റെ കുഞ്ഞ്, എന്റെ സ്വന്തം ചേര അല്ല സ്വന്തം ചോരയെ പറഞ്ഞ കുഞ്ഞ്, എനിക്കത് വേണം. നിന്റെ ചോര എ പോസിറ്റീവ് ആണോ? ഇമോഷണലായി സംസാരിക്കുന്നതിനിടയിൽ തമാശ പറയരുത്. അടുക്കളക്കാരി നോക്കിയാൽ മതി. കുടുംബാരിദ്രം നടവണ്ട. ശരി, കുഞ്ഞിനെ ഞാൻ തരാം. നിങ്ങൾ കുറെ നേരമായി കുഞ്ഞ് കൊച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താ കുഞ്ഞിന്റെ പേര്? പേരിലെന്തിരിക്കുന്നു? ബന്ധത്തിലാണല്ലോ കാര്യം. സ്വന്തം അച്ഛന് കുഞ്ഞിന്റെ പേരറിയായിരിക്കുമോ? അതല്ല, പക്ഷെ സാറൊന്ന് ആലോചിക്കണം. സ്വന്തം കുഞ്ഞിന്റെ പേര് പറഞ്ഞ് അത് സ്വന്തം കുഞ്ഞാണെന്ന് തെളിയിക്കേണ്ടി വരുന്ന ഒരു തന്തയുടെ മനോവേദന. ലോകത്ത് ഒരു അച്ഛന് ഇങ്ങനെ ഒരു ഗതികേട് വരുത്തരുത് ഗുരുവായൂർ കർത്താവേ. അതേത് കർത്താവാണ്? അണ്ണാന്ന് വിളിച്ചോ, ആണ്ട് വേറൊന്നും വിളിപ്പിക്കരുത്. അപ്പം പേര് പറഞ്ഞ കുഞ്ഞിനെ തരും. തരാം. എന്നാ കേട്ടോ, മേരി. മേരി എന്നുള്ള പേരിലൊരു കുട്ടി ഇവിടെ ഇല്ല. മേരി എന്നാണ് ഞാൻ വിളിക്കുന്നത്. എന്റെ കൊച്ചു എനിക്ക് സൗകര്യമുള്ള പേര് വിളിച്ചൂടെ? എന്താ കൊള്ളൂല്ലേ പേര്? നിങ്ങളോട് ചോദിച്ചത് ആ കുട്ടിയുടെ ശരിയായ പേരാണ്. ശരിയായ പേര് മുത്തു. പെൺകുട്ടികൾക്ക് ആരെങ്കിലും മുത്തു എന്ന് പേരിടൂടാ? ഇട്ടൂടെ നിയമമൊന്നുമില്ലല്ലോ. എന്റെ അമ്മയുടെ പേര് പീതാംബരൻ എന്നായിരുന്നു. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്. എനിക്കറിയാം, ഇവന്റെ അച്ഛന്റെ പേര് ഭവാനിയമ്മ എന്നാ അല്ലേ? മനുഷ്യ ഇവിടെ തീർന്നു നിൽക്കുമ്പോ കളിയാക്കല്ലേ. കുഞ്ഞിന്റെ പേരപ്പ തനിക്ക് അറിയില്ല. എന്താ പിള്ളേർ ആവശ്യമില്ലാത്ത പോലെ സാധനം ഓരോ സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. ഇവന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ജയ, പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് ഫോൺ ചെയ്തിട്ട് എസ്ഐയോടിക്ക് വരാൻ പറ. ഇവനെ ഞാനിന്ന് ശരിയാക്കും. വേണ്ടടി, ഇവനെ ഞാൻ ഹാൻഡിൽ ചെയ്യാം. സത്യം പറയണ, കുഞ്ഞിന്റെ പേര് നിനക്കറിയാം? കുഞ്ഞിന്റെ പേര് പറഞ്ഞാൽ കുഞ്ഞിനെ തള്ള നിനക്ക് വിട്ടുതരാം. പറയണ കുഞ്ഞിന്റെ പേര്. മല മല മല, കുഞ്ഞിന്റെ പേര് മല. മലയോ? പോലീസിനെ വിളി. മലയല്ലടാ, കുന്ന് കുന്ന്. നിന്റെ അമ്മയുടെ 16 അടി നടന്നില്ലേ ആ കുന്ന്? കഴുത, മഴ കഴുത. അത്ര വലിയ വായൊന്നും അടിക്കണ്ട. പറഞ്ഞപ്പോ മുഴുവനും പറയണമായിരുന്നു. എന്ത് പറയണം? ആര് പറയണം? നീ പറയണമായിരുന്നു. കൊച്ചിന്റെ തന്തയായിട്ട് അഭിനയിക്ക് നീയല്ലേ പറഞ്ഞത്. അപ്പൊ കൊച്ചിന്റെ പേരും പറയണമായിരുന്നു. പച്ച കള്ളാടി, ഞാൻ ഇവരെ കണ്ടിട്ട് പോലുമില്ല. ഓ, അങ്ങനെ എന്നെ മാത്രം കള്ളനാക്കിയിട്ട് നീ രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. എടാ, ഈ പെണ്ണിന്റെ ഭർത്താവായിട്ട് അഭിനയിക്കാൻ 50,000 തരാം. നീ ടെലിഗ്രാം ചെയ്തിട്ട് ഞാൻ വന്നത്. 5 വർഷം ഞാൻ ടെലിഗ്രാം അടിച്ചിട്ട്. 5 വർഷം മുമ്പ് നീ ആർക്കടിച്ച്? നിന്റെ അച്ഛൻ ചെത്തപ്പോ കൺഗ്രാജുലേഷൻ ടെലിഗ്രാം അടിച്ചടാ. ഫ്രോഡ്. സാർ, എവനാണ് ഫ്രോഡ്? സത്യം ഞാൻ പറയാം. ഞാൻ നീനെ ഒരു കാലം എവർ തമ്മിൽ പ്രേമമായിരുന്നു. എവർ ഗർഭിണിയായപ്പോൾ അത് കലക്കാൻ വേണ്ടി നീ അനുസരിച്ചില്ല. തട്ടിക്കളയുന്നവരെ അവൻ ഭീഷണിപ്പെടുത്തി. എന്നിട്ട് ഏറ്റില്ല. അവൾ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തുമെന്ന് പറഞ്ഞു. ഇവൻ അന്ന് മുങ്ങി. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ കാണുന്നത് ഇന്നാണ്. സാറേ, ഈ കുഞ്ഞ് അവന്റെ തന്നെയാണ്. ജയിലിൽ വിളിച്ചെന്നെ തൂക്കിക്കൊല്ല. ഒരു കയറെടുത്ത് വെക്കാൻ പറഞ്ഞാടി. ഞാൻ ഇന്നിവരെ കൊല്ലും. ഇനിയൊരു പെണ്ണിന്റെ ജീവിതം കൂടെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ. ചാക്കോച്ച തന്റെ മോളെ രക്ഷിച്ചു.
മിസ്റ്റർ മാത്യു വർഗീസ്, ഈ പെണ്ണിനറിയോ തന്റെ മരുമോളാകാൻ വേണ്ടി മന്ത്രകൂടി വാങ്ങി കച്ച കെട്ടിയിരിക്കുന്ന എന്റെ മോളാണ്. ഒരു കാര്യം അറിയാനാണ് വന്നത്. തന്റെ അനന്തരവന് എത്ര അച്ഛന്മാരുണ്ട്? ചാക്കോച്ചൻ വരൂ, നമുക്ക് സംസാരിക്കാം. വേണ്ട, 10 പേര് കേൾക്കെ തന്നെ പറയാനാ ഞാൻ ഇവിടെ വന്നത്. എല്ലാവരും അറിയട്ടെ, പുതുശ്ശേരിക്കാരുടെ അന്തസ്സും ആഭിജാത്യവും. വലിയ മറ്റെടുത്ത IG ആണെന്നും പറഞ്ഞ് ഡിസിപ്ലിൻ പ്രസംഗിച്ച് നടന്നിട്ട് കാര്യമില്ല. മനുഷ്യനായ നാണവും മാനവും വേണം. എന്റെ കാശും കടം വാങ്ങി നക്കിയിട്ട് എന്റെ മോളെ ഭാര്യയും കൊച്ചുമുള്ള ഒരുത്തന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയവനാണ് ഈ റാസ്കൽ. കല്യാണപ്രായ ഇതുപോലൊന്ന് തന്റെ വീട്ടിലും ഇല്ലേ? എങ്ങനെ തോന്നിയടാ നിനക്കിതൊക്കെ? എന്റെ മോളെ ജീവിതം എടുത്താ നീ കളിച്ചത്. നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതേണ്ട. നിന്നെയും നിന്റെ കുടുംബത്തെയും കുത്തുവാള എടുപ്പിച്ച് ഞാൻ അടങ്ങും. വാ മോളെ. പറയാനുള്ളത് വീട്ടിൽ വന്ന് പറയണം, അല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യലായിരുന്നു വേണ്ടത്. അയാളുടെ കർണക്കുറ്റി നോക്കി ഒന്ന് വെച്ചു കൊടുക്കാൻ പാടില്ല ഡാഡിക്ക്. വൈകി പറ, ഞാൻ ചെയ്യാം. അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇങ്ങനെ തന്നെ പ്രതികരിച്ചേനെ. അന്തസ്സും അഭിമാനമൊക്കെ നമുക്ക് മാത്രമല്ലല്ലോ ഉള്ളത്. അതിന് മുറിവ് വെക്കുമ്പോൾ ഞാനും നീയൊക്കെ ചെയ്യുന്നതേ ആ കൊച്ചിനും ചെയ്തുള്ളൂ. നന്നായി എന്നാ ഞാൻ പറയുന്നത്. കഴിഞ്ഞല്ലോ എല്ലാം. ഇപ്പോഴാ എൻ്റെ മനസ്സൊന്ന് തണുത്തത്. അറിയേണ്ടതെല്ലാം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു, കേൾക്കേണ്ടതെല്ലാം കേട്ടും കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് നീനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. വേണ്ടെന്ന് വെക്കാം. നിനക്ക് സത്യാഗ്രഹമോ ആത്മഹത്യയോ എന്ത് വേണം ചെയ്യാം. പക്ഷെ എനിക്കറിയണം എന്താ തീരുമാനമെന്ന്. ഞാനിവളെ സ്വീകരിക്കാം, പക്ഷേ സത്യം ഇവള് പറയണം. ഈ കുഞ്ഞ് ആരുടേതാണെന്ന് ഇവള് പറഞ്ഞേ തീരൂ. എത്ര പ്രാവശ്യം പറഞ്ഞു ബോബിയുടെ ആണെന്ന്? ഇതാണ് എനിക്ക് ചൊറിഞ്ഞു വരുന്നത്. കഴുത്തി തിരിച്ച് കൊല്ലും ഞാൻ രണ്ടിനെ. അതായിരിക്കും എന്റെ അവസാനം. ഇനിയും നിന്റെ വല്ല വിദ്യയും ബാക്കിയുണ്ടോ ഈ കൊച്ചു നിന്റെ അല്ലം തെളിയിക്കാൻ? ഞാൻ എന്റെ ചങ്ക് പൊളിച്ച് കാണിച്ചാൽ നിങ്ങളൊക്കെ ചെമ്പരത്തി പോകുന്നേ പറയൂ. അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഡാഡി പറഞ്ഞ ഞാൻ എന്താ ചെയ്യേണ്ടത് അതുപോലെ ചെയ്യാം. തീർച്ചയാണോ? അതെ. ഇറക്കി വിടണോ, കൊല്ലണോ, കുഴിച്ചു വിടണോ? പറ, ഇപ്പൊ ചെയ്യാം. വരുന്നിടത്ത് വെച്ച് കാണാം. നീ ഇവളെ വിവാഹം കഴിക്കണം, അതാണ് എനിക്കിഷ്ടം.